ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വെള്ളച്ചാട്ടം കാണാൻ പോയല്ലോ. പാതാമ്പുഴയ്ക്കടുത്തുള്ള അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കോട്ടയം ജില്ലയിൽ പാതാമ്പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പൂഞ്ഞാർ തെക്കേക്കര വില്ലേജിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. പാതാമ്പുഴയിൽ നിന്നും ഒരു ഇടുങ്ങിയ റോഡിൽ കൂടി ചെന്നാൽ ഇവിടെ എത്തിച്ചേരാം. ഈരാറ്റുപേട്ടയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാർ മുണ്ടക്കയം റോഡിലാണ് ഇങ്ങോട്ട് വരേണ്ടത്. പൂഞ്ഞാർ മുണ്ടക്കയം റോഡിൽ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഒരു വെയിറ്റിംഗ് ഷെഡ് അവിടെ കാണാം. ആ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് ഒരു ഗുരുദേവ ക്ഷേത്രം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് ഈ വഴിയിലോട്ട് എത്തിച്ചേരേണ്ടത്. അവിടെ മലയഞ്ചിപ്പാറ കുടുംബക്ഷേമ കേന്ദ്രം അങ്ങനെ ഒരു ചെറിയൊരു ബോട്ടും കൂടെ കാണാം. ആ സൈഡിൽ കൂടെ വരുമ്പോൾ ഒരു ടേണിങ് വരും, ഒരു ചെറിയ വളവ്. ആ വളവിൻ്റെ അവിടുന്ന് നേരെ പോകരുത്, റൈറ്റ് എടുത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റാതെ നേരെ ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി മനോഹരമായ ചെറിയ തോടും കൈത്തോടുകളും റോഡിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ചെറിയ അരുവി ഒക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്കൂടെ ചെങ്കുത്തായ ചെറിയ കയറ്റങ്ങളൊക്കെ കയറി വേണം ഇവിടെ എത്തിച്ചേരാൻ. ബൈക്കിൽ നമുക്ക് എത്തിച്ചേരാനാണ് സുഗമമായി ഇവിടെ പറ്റുന്നത്. കാറിലും വരാം, അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ ഓടിച്ചാൽ എത്തിച്ചേരാം. ഇത് ടോപ്പിലെത്തുമ്പോഴത്തേക്കും വഴി എൻഡാവുമ്പോഴത്തേക്കും ഒരു ബോർഡൊക്കെ കാണാം, വെള്ളച്ചാട്ടത്തിൻ്റെതായ ബോർഡും. പിന്നെ ഒരു ചെറിയൊരു കടയിൽ ഒരു ചേട്ടനെ ഇരിക്കുന്നുണ്ടാവും. അവിടെ കൊണ്ട് വഴി തീരും. അവിടെ ഒരു ചെറിയ ബൈക്ക് പാർക്കിംഗ് ഉണ്ട്. അവിടെ ബൈക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു മണ്ണ് വെട്ടി ഒരു ചെറിയൊരു വഴി റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടെ ഉണ്ട്. അതിലെ നടന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഈ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഈ പാതാമ്പുഴയിലെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. 100 അടി ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. നല്ല മഴയുള്ള സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. മഴ കുറവുള്ളപ്പോൾ പതുപതുപ്പതാവുന്ന ചെറിയ തുള്ളികളായിട്ട് വരുന്നത് കാണാനും ഒരു രസം തന്നെയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴേക്കും ഇതിൻ്റെ സൗണ്ട് അകലെ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനും മറ്റും സാധിക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ അപകടമോ മറ്റോ ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് സഞ്ചാരികൾക്ക് വന്ന് കുളിക്കാനും അതേ സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ മുകളിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ച് അതിൻ്റെ വേഗത കൂടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കയറിപ്പോരുന്നതാണ് നല്ലതെന്നാണ് അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്. പിന്നെ ആകാശത്ത് കാറ് മൂടിക്കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കാത്തതാണ് നല്ലത്. ഇവിടെ ഉരുളുപൊട്ടൽ അങ്ങനെയുള്ള സാധ്യതകളുള്ള സ്ഥലമാണ്. അപ്പം മഴയുള്ളപ്പോൾ വേറെ മലയിലും മറ്റും മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഉരുളുപൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറങ്ങാത്തതാണ് നല്ലത്. ഇവിടെ വരുമ്പോൾ പാറകളിലും മറ്റും വഴുക്കലുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചും മറ്റും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുളിച്ച് അത്യാവശ്യം സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഇടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവർ ആദ്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.